ഹായ് എവ്രി വൺ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനേ ഒരു റാൻഡം തോട്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്ന് തോന്നി. കുറേ നാളായിട്ട് എൻ്റെ മനസ്സിലുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് പലർക്കും അനുഭവമുള്ളതായിരിക്കും, അല്ലെങ്കിൽ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യുന്നവരുണ്ടാവും. അപ്പം എന്തായാലും അതായത് നമ്മളിപ്പോൾ കുറേ നാൾക്ക് ശേഷം നമ്മൾ ഒരാളെ കാണാമെന്ന് വിചാരിക്കുക. ആദ്യം സുഖമാണോ എന്ന് ചോദിക്കും, എന്തൊക്കെയുണ്ട് വിശേഷം. അത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മൂന്നാമത്തെ ചോദ്യം നമ്മുടെ അപ്പിയറൻസിനെ പറ്റിയിട്ടായിരിക്കും. അതെന്താ അങ്ങനെ? അതല്ലാതെ വേറെ ഒന്നും ചോദിക്കാൻ ആർക്കും ഒന്നുമില്ലേ? നമ്മൾ മനുഷ്യരാണ്, നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കുന്നവരാണ്, പല പല അസുഖങ്ങളുള്ളവരാണ്, പല ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ളവരാണ്. ലൈഫ് സ്റ്റൈലിൻ്റെ മാറ്റം അനുസരിച്ചിട്ട് നമ്മുടെ ബോഡി ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഓരോ വർഷം കഴിയുന്തോറും നമുക്ക് ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും. നമ്മളാരും ജനിച്ചപ്പം ഇരുന്ന പോലെ അല്ലല്ലോ നമ്മളിപ്പോൾ ഇരിക്കുന്നത്. ഓരോ വയസ്സ് കഴിയുന്തോറും ഒന്നിൽ ചിലർ ഗ്ലോ കൂടിക്കൊണ്ടിരിക്കും, ചിലർക്ക് സ്ട്രെസ്സ് കാരണം അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈലിനനുസരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പം അവർ എല്ലാവരുടെ വീട്ടിലും കണ്ണാടിയുണ്ട്, എല്ലാവരും വസ്ത്രം ധരിക്കുന്നവരാണ്. അപ്പം നമുക്ക് ഈ കണ്ണാടി നോക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ വ്യത്യാസം എന്താണെന്നുള്ളതും. നമ്മളിപ്പോൾ സ്ഥിരം ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഡ്രസ്സിന് ഒന്നുകിൽ ലൂസാവും അല്ലെങ്കിൽ അത് ടൈറ്റ് ആവും. അപ്പം ഇതൊക്കെ അവനവനറിയാവുന്ന കാര്യമാണ്. നിങ്ങൾ പറഞ്ഞിട്ട് വേണോ അവർക്കറിയാനായിട്ട്? അവർക്കറിയാവുന്ന കാര്യമല്ലേ ഓൾറെഡി. അപ്പം ഈ സെയിം ടോപ്പിക് ഓരോരുത്തർ നമ്മുടെ ഈ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഈ സെയിം കാര്യം ചോദിക്കുന്നുണ്ട്. കറക്റ്റ് അല്ലേ? എനിക്ക് പേഴ്സണലി അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. റീസെൻ്റ്ലി വരെ എനിക്ക് അനുഭവമുണ്ട്. അതും എൻ്റെ ക്ലോസ് റിലേറ്റീവ്സോ എൻ്റെ ഫ്രണ്ട്സോ ആരുമല്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ സ്ഥിരം ഷോപ്പിൽ പോകുന്ന പർച്ചേസിന് സാധനം വാങ്ങാൻ പോകുന്ന ചില സൂപ്പർ മാർക്കറ്റ്, അവിടെ നമ്മൾ സ്ഥിരം കാണുന്ന കുറച്ച് ആൾക്കാരുണ്ട്, സം റാൻഡം പീപ്പിൾ. അപ്പോൾ അവർ ഒരു കസ്റ്റമർ സർവീസിൻ്റെ ഭാഗമായിട്ടാണോ എന്ന് അറിയത്തില്ല. ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ പോസ്റ്റ്മോർട്ടം ടൈമിലാണ്. ഇപ്പോൾ ജസ്റ്റ് 3 months കംപ്ലീറ്റ് ആയി, 4 months കംപ്ലീറ്റ് ആയി. അപ്പോൾ എനിക്ക് എൻ്റേതായ കുറച്ച് വ്യത്യാസം ബോഡിയിൽ വരുമല്ലോ, നാച്ചുറലി വരും. അപ്പം ആ ഒരു 1 yearനുള്ളിൽ നമ്മുടെ ബോഡി റിക്കവർ ആവാനുള്ളൊരു ടൈം നമുക്ക് തരണ്ടേ? അപ്പോൾ ആ സെയിൽസ് ഗേൾസ് അവർ പറയാണ്, മാഡം ഇപ്പോൾ വണ്ണം വെച്ചല്ലോ. ഞാൻ അതേ വണ്ണം വെച്ചു, ഞാനിപ്പോൾ 4 മാസം ആയതേ ഉള്ളൂ. അപ്പോൾ അതങ്ങനെ കഴിഞ്ഞു. ഇതേപോലെ ഒരുപാട് പേർക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടാവും. പിന്നെ നമ്മളിപ്പോൾ ഒരുപാട് ദൂരത്ത് നിന്ന് ആദ്യമായിട്ട് കുറച്ച് നാൾ കഴിഞ്ഞ് നമ്മളൊരു ഫ്രണ്ടിനെയോ നമ്മുടെ ബന്ധത്തിലുള്ളോ വള്ളിയിലും ചുള്ളിയിലുള്ള ആരെങ്കിലും ഒക്കെ കാണുമ്പോൾ അവരൊക്കെ പറയുന്നത്, അയ്യോ എന്തു പറ്റി, ക്ഷീണിച്ചു പോയോ, അയ്യോ നിൻ്റെ മുടി എത്രയും കൊഴിഞ്ഞു പോയോ, നിനക്ക് മുടി കൊഴിച്ചിലുണ്ടോ, അയ്യോ നിനക്ക് എന്തു പറ്റി, വണ്ണം കൂടിയോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്താ ഇതൊക്കെ നമുക്ക് അറിഞ്ഞൂടെ? നിങ്ങൾ ചോദിക്കുന്നത് എന്തിനാ? നിങ്ങൾക്ക് വേറെ ഒന്നും ചോദിക്കാനില്ലേ?